إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും നിഷേധിക്കാതെ അംഗീകരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് മരണമെന്നുള്ളത്. മരണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. മരണത്തെപ്പറ്റി ഓർക്കുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറുദ്ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദ്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണമെന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഉണർത്തിയിട്ടുണ്ട്. അത്തരം ആയത്തുകൾ
നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാനിന്റെ 185-ാമത്തെ ആയത്തിൽ പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം സമ്പൂർണമായി നൽകപ്പെടുക പരലോകത്ത് വച്ച് മാത്രമായിരിക്കും. ഫമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, ആ പരലോകത്തെ ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതമെന്നുള്ളത് കബളിപ്പിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. എല്ലാ ദേഹവും മരണം ആസ്വദിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞു, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല. അഫഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, താങ്കൾ മരിക്കുകയും അവരിവിടെ നിത്യജീവികളാവുകയുമാകുമോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നത്. സൂറത്തുൽ അംബിയാഇന്റെ 34-35 ആയത്തുകളാണ്. സൂറത്തുൽ അൻകബൂത്തിലും സമാനമായി നമുക്ക് കാണാം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ, എല്ലാവരും മരണം ആസ്വദിക്കുന്നതാണ്, പിന്നീട് നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് എന്നാണ്. എവിടെയാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും, ഏത് നാട്ടിലാണെങ്കിലും, ഏത് സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ വിധി നമുക്കെത്തിക്കഴിഞ്ഞാൽ മരണം നമ്മെ പിടികൂടും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഭദ്രമായി കെട്ടുയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും നിങ്ങളുടെ റൂഹേറ്റെടുക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് കടന്നു വരും. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സദസ്സിൽ ഒരാൾ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറയാണ്, അല്ലയോ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ എന്നെ മറ്റൊരു നാട്ടിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് അല്ലാഹു തആല കാറ്റിനെ കീഴ്പ്പെടുത്തി തന്നില്ലേ, അതുകൊണ്ട് വേഗത്തിൽ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ മറ്റൊരു നാട്ടിലേക്ക് എത്തിക്കണം. എന്താ കാരണം? ആ സദസ്സിൽ വന്ന ഒരാള് ഇയാളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പേടിച്ചിട്ടാണ് സുലൈമാൻ അലൈഹിസ്സലാമിനോട് പറയുന്നത്, എന്നെ മറ്റൊരു നാട്ടിലേക്ക് എത്തിക്കണമെന്ന്. സുലൈമാൻ അലൈഹിസ്സലാം അയാളെ വേറൊരു നാട്ടിലേക്ക് എത്തിച്ചു. പിന്നെ മനുഷ്യരൂപത്തിൽ വന്ന മലക്കുൽ മൗത്ത് സുലൈമാൻ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തി എവിടെ? അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, അദ്ദേഹത്തെ ഞാൻ മറ്റൊരു നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന്. മലക്കുൽ മൗത്ത് പറഞ്ഞു, അതെ, വേറൊരു നാട്ടിൽ വെച്ച് അയാളുടെ റൂഹ് പിടിക്കാനാണ് എന്നോട് കൽപ്പിച്ചത്. അയാളെന്താണ് ഇവിടെ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ വെച്ച് മരിക്കുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാളും അറിയുകയില്ല. ഏത് നാട്ടിൽ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും അറിയുകയില്ല. അല്ലാഹു തആല നമ്മെ ഒരു സ്ഥലത്ത് വെച്ച് പിടികൂടാൻ തീരുമാനിച്ചാൽ അങ്ങോട്ട് പോവാൻ ഒരു ഹാജത്ത്, ഒരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കി തരും. അതുവരെ ഗൾഫിൽ പോകാത്ത വ്യക്തിയായിരിക്കും ഒരു പക്ഷേ ഗൾഫിൽ വെച്ചാണ് മരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അയാൾ അവിടെ ഗൾഫിലെത്തിയിരിക്കും. മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയിട്ടാണ് മരണപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എത്തിയിരിക്കും.
പക്ഷെ എവിടെ വെച്ച് മരണപ്പെടുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹ് തേടി വരും. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നബിയെ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നതാണ്. സൂറത്തു സജ്ദയിലെ 11-ാമത്തെ ആയത്താണ്. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഖുൽ യതവഫാകും മലക്കുൽ, അല്ലാഹു തആല പറയും, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നബിയെ പറയുക, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലാൻ ശ്രമിക്കുന്നത്, അത് നിങ്ങളുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പിന്നീട് ദൃശ്യവും അദൃശ്യവുമെല്ലാം അറിയുന്ന അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അന്ന് നിങ്ങൾ പ്രവൃത്തിനെ സംബന്ധിച്ച് അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാകുന്നു എന്നാണ്. ആ സമയം ഒന്ന് വൈകുകയോ നേരത്തെയാവുകയോ ചെയ്യുകയില്ല. ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹ് നിശ്ചയിച്ച അവധി എത്തിയാൽ ഒരു നാഴിക നേരം പോലും വൈകുകയോ നേരത്തെയാവുകയോ ചെയ്യുകയില്ല. അതിനു മുമ്പ് എങ്ങനെ ആളുകൾ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാലും അയാൾ മരിക്കൂല. അല്ലാഹ് വിധിച്ച സമയത്തെ മരിക്കൂ. എന്നാൽ ആ സമയം എത്തിക്കഴിഞ്ഞാൽ എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും രക്ഷപ്പെടാൻ കഴിയില്ല. ഏറ്റവും അറിയപ്പെടുന്ന ഡോക്ടർമാരുടെ ചികിത്സയിൽ കഴിഞ്ഞാലും, ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയാലും, എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും ഇല്ല, ഒരാൾക്കും ഒരാളെയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ്. ഏതൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതത്രേ അത് എന്നാണ്. മരണത്തിനൊരു വെപ്രാളമുണ്ട്, മരണത്തിനൊരു വേദനയുണ്ട്. അതുപോലെ തന്നെ മരണത്തിന് വല്ലാത്തൊരു സക്കറാത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അതനുഭവിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ നബി പറയാണ്, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്തൊരു വേദനയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണനേരത്തെ വേദന കണ്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ് എന്ന്. തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് ഇതിന് ശേഷം ഇനിയൊരു വേദനയില്ല എന്ന്. പ്രിയമുള്ളവരെ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹിന്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കും കഴിയില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾക്കിടയിൽ നാം മരണം കണക്കാക്കിയിരിക്കുന്നു, നാം ഒരിക്കലും തോൽപ്പിക്കപ്പെടുന്നവനല്ല. ഒരു കവി പറഞ്ഞതുപോലെ, ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിഅഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഹയ്യം വബാക്കിയാ. ഈ ദുനിയാവ് ആരെയെങ്കിലും മരിക്കാതെ അവശേഷിപ്പിക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാതെ ഇവിടെ ബാക്കിയാകണമായിരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നല്ലവരും ചീത്തവരും എല്ലാവരും, എല്ലാ ജീവികളും മരണപ്പെടും. ആ മരണം തൊണ്ടക്കുയിലെത്തുന്ന സംഭവത്തെപ്പറ്റി അള്ളാഹു പറയുന്നു, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. എന്നാൽ ജീവൻ തൊണ്ടക്കുയിലെത്തുന്ന സന്ദർഭത്തിൽ വഅൻതും ഹീനഇദിൻ തൻളുറൂൻ, നിങ്ങൾ അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ മരിക്കുന്ന വ്യക്തിയെ ബാക്കിയുള്ളവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലാഹു പറയാണ്, വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നാമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ, പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ നമ്മുടെ നിയമത്തിന് വിധേയരല്ല എങ്കിൽ
തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അയാളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത്? നിങ്ങൾ സത്യവാദികളാണെങ്കിൽ അതാണല്ലോ വേണ്ടത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഒരു മരിച്ച വ്യക്തിക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല. അല്ലാഹു തആല മരണം നിശ്ചയിച്ച ഒരാളുടെ ജീവൻ നിലനിർത്തുവാൻ ഒരു സംവിധാനങ്ങൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായി കൊണ്ടത് നമ്മെ അറിയിക്കുന്നു. സൂറത്തുൽ ഖിയാമയിൽ കാണാം, കല്ലാ ഇദാ ബലഗതിത് തറാഖിയ, അല്ല പ്രാണൻ തൊണ്ടക്കുയിലച്ചുകയും വഖീല മൻ റാഖ്, മന്ത്രിക്കുവാൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന സന്ദർഭം. ഒരു മന്ത്രവും ഉപകരിക്കാത്ത, ഒരു ചികിത്സയും പ്രയോജനം ചെയ്യാത്തൊരു സന്ദർഭമാണത്. വളന്ന അന്നഹുൽ ഫിറാഖ്, തന്റെ വേർപാടാണെന്നവൻ വിചാരിക്കും. വൽതഫത്തിസ്സാഖു ബിസ്സാഖ്, കണങ്കാല് കണങ്കാലുമായി കൂടിപ്പിണയും. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്ന് നിന്റെ റബ്ബിങ്കലേക്കാണ് തെളിച്ചു കൊണ്ടുപോക്കപ്പെടുക എന്നാണ്. മരണത്തെപ്പറ്റിയുള്ള ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ വളരെ ശേഷം അല്ലാഹു പറഞ്ഞത് പിന്നീട് മടക്കം അള്ളാഹുവിങ്കലേക്കാണ് എന്നാണ്. മരണത്തോടുകൂടി എല്ലാം അങ്ങ് തീരുമായിരുന്നെങ്കിൽ മരണത്തെ നമ്മൾ പേടിക്കേണ്ടില്ലായിരുന്നു. പക്ഷേ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രയാസങ്ങളും അവിടെ തുടങ്ങുകയാണ്. പിന്നീട് ആ മരിക്കുന്ന രംഗത്തും ശേഷമുള്ള സന്ദർഭങ്ങളിലുമെല്ലാം പ്രയാസങ്ങളായിരിക്കും. എന്നാൽ വിശ്വാസിയാണെങ്കിലോ മരണം നല്ല റാഹത്തായിരിക്കുന്നതാണ്. അള്ളാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വസിക്കണം, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. എന്താ പറഞ്ഞ അതിൻ്റെ അർത്ഥം? അള്ളാഹനെ മറക്കാതെ ഓർക്കണം, അള്ളാഹനെ ധിക്കരിക്കാതെ അനുസരിക്കണം, അവനോട് നന്ദികേട് കാണിക്കാതെ നന്ദി ചെയ്ത് ജീവിക്കണം എന്നാണ് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി എന്ന് പറഞ്ഞാൽ അർത്ഥം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത്. ഈ ആയത്തിന്റെ തുടക്കത്തിൽ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. ആയത്ത് അവസാനിക്കുന്നതോ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നാണ്. ഇപ്പൊ മുസ്ലിമല്ലാത്ത, യഥാർത്ഥ വിശ്വാസിയല്ലാത്തൊരു മരണമാണ് നമുക്കെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമായിരിക്കും. മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹിസ്സലാമും യഅഖൂബ് അലൈഹിസ്സലാമും മരണാസന്നരായി കിടക്കുമ്പോൾ മക്കളോട് പറഞ്ഞത്, യാ ബനിയ, എൻ്റെ പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹു തആല ദീൻ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്നാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, റബ്ബേ ഭരണാധികാരത്തിൽ നിന്ന് ഒരംശം നീ എനിക്ക് നൽകി. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം സൃഷ്ടികർത്താവായ അല്ലാഹുവേ, അൻത വലിയ്യി ഫിദ്ദുന്യാ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും നീയാണ് എൻ്റെ വലിയ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കുകയും സ്വാലിഹുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. സൂറത്ത് യൂസുഫിലെ 101-ാമത്തെ ആയത്താണ്. ഒരു നബിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ. യഥാർത്ഥ വിശ്വാസിയായി മരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മരണം എല്ലാവർക്കും കടന്നു വരും. എവിടെ വെച്ച് മരിക്കുമെന്ന് നമുക്കറിയില്ല, ഏതവസ്ഥയിലാണ് മരിക്കുക എന്ന് നമുക്കറിയുകയില്ല, ഏത് നാട്ടിൽ വെച്ച് മരിക്കുക എന്ന് നമുക്കറിയുകയില്ല. പക്ഷേ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ഒരു ദാസനായി അല്ലെങ്കിൽ ഒരു ദാസിയായി സന്തോഷത്തോടുകൂടി മരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനെല്ലാ സന്ദർഭത്തിലും മരണത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കണം. എപ്പോൾ റൂഹ് ഏറ്റെടുക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് കടന്നു വന്നാലും സന്തോഷത്തോടുകൂടി റൂഹിനെ വിട്ടു നൽകാൻ തയ്യാറാകുന്നൊരവസ്ഥ നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുസ്ലിങ്ങളായി മരണം വരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾ മരിക്കുമ്പോൾ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരായിട്ടായിരിക്കും അവരുടെ റൂഹ് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഏറ്റെടുക്കുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും പിന്നീട് നേരാവണ്ണം നിലകൊള്ളുകയും ചെയ്യുന്നവരാരാണോ അവർ മരിക്കുമ്പോൾ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളായിരിക്കും. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ, നിങ്ങൾക്കവിടെ നിങ്ങളുടെ കൽബ് കൊതിക്കുന്നതും നിങ്ങൾ ആവശ്യപ്പെടുന്നതുമെല്ലാം ഉണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിൽ നിന്നുള്ള സൽക്കാരമായി കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട രൂപത്തിലാണ് വിശ്വാസികൾ മരിക്കുക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ, നിന്റെ റബ്ബിങ്കലേക്ക് റബ്ബിന്റെ തൃപ്തി നേടിക്കൊണ്ടും റബ്ബിനെ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ മടങ്ങുക. ഫദ്ഖുലി ഫീ ഇബാദി, എന്നിട്ട് എൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക എന്നിങ്ങനെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട് നല്ല രൂപത്തിലായിരിക്കും അവരുടെ മരണമുണ്ടായിരിക്കും. എന്നാൽ നിഷേധികളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടും. എന്നിട്ട് പറയും, നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങൾ പുറത്തെടുക്കുക എന്ന് പറയും. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്ന് നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അല്ലാഹുവിൻ്റെ പേരിൽ ഹഖല്ലാത്ത പലതും നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അവൻ്റെ ആയത്തുകളെ അതിനോട് നിങ്ങൾ ധിക്കാരം കാണിച്ചു, അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞു. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്തിയിട്ടായിരിക്കും മലക്കുകൾ അവരെ മരിപ്പിക്കുക. ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായികതു യദ്രിബൂന വുജൂഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തും പിൻഭാഗത്തുമൊക്കെ അടിച്ചുകൊണ്ട് മുഖത്തും പിൻഭാഗത്തുമൊക്കെ അടിച്ചുകൊണ്ട് അവരുടെ റൂഹ് മലക്കുകൾ ഏറ്റെടുക്കുമ്പോൾ അവരെ മരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ സ്ഥിതി എന്നൊക്കെ അല്ലാഹു തആല സൂറത്തു മുഹമ്മദിൻ്റെ 27-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നു. അപ്പോൾ വിശ്വാസിയാണെങ്കിൽ നല്ല നിലക്ക് സന്തോഷത്തിൽ മരിക്കുക, അല്ലെങ്കിൽ പ്രയാസകരമായിരിക്കും മരണവും പിന്നീടുള്ള ജീവിതവും എല്ലാം. അതുകൊണ്ട് മരണത്തിന് മുമ്പ് നമ്മൾ ജീവിതം ക്രമീകരിക്കും. അല്ലാഹു പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം കടന്നു വരുന്നതിന് മുമ്പ് നാം നൽകിയത് നിങ്ങൾ ചെലവഴിക്കുക. ആ മരണം മുമ്പിലെത്തിയാൽ അവൻ പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, റബ്ബേ കുറച്ചുകൂടി നീട്ടിത്തരണേ റബ്ബേ, എങ്കിൽ ഞാൻ സ്വതക്ക നൽകാം, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാം. അല്ലാഹു പറയാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ ഒരാൾക്കും അല്ലാഹു നീട്ടിക്കൊടുക്കൂല. ആ അവധി എന്നാന്ന് നമുക്ക് അറിയില്ല, ചിലപ്പോൾ ഇന്ന് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഈ സമയത്തായിരിക്കും. ആ അവധി അള്ളാഹു നമുക്ക് മുൻകൂട്ടി അറിയിച്ചു തന്നിട്ടില്ല. പക്ഷെ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബ പോലും സ്വീകരിക്കൂല. ഫിർഔൻ മരണം മുമ്പിൽ കാണുമ്പോൾ, അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങിയപ്പോ
വിശ്വസിക്കാമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ അള്ളാഹ് ചോദിച്ചത് ആൽ ആൻ, ഇപ്പോഴാണോ? സമയം വൈകി അല്ലേ? ആ സമയത്തിന് മുമ്പ്, മരണത്തിന്റെ മലക്ക് നമ്മുടെ റൂഹേറ്റെടുക്കാൻ വരുന്നതിന് മുമ്പ്, ആ സക്കറാത്ത് എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകണം. അല്ലാഹു തആല പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം കടന്നു വരുമ്പോ അവൻ പറയും, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, റബ്ബേ ഒന്ന് മടക്കി തരണേ, എങ്കിൽ ഞാൻ ഉപേക്ഷ വരുത്തിയതായ കർമ്മങ്ങൾ ചെയ്യാം. അവനോട് പറയപ്പെടും, കല്ല, അങ്ങനെയല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്ക് മാത്രമാണ്, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അതിൻ്റെ പിന്നിൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ ഒരു ബർസഖി ജീവിതമുണ്ട് എന്നാണ്. അതുകൊണ്ട് മരണത്തിനു വേണ്ടി ഒരുങ്ങാൻ നബി പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവർ മരണത്തെ ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നവരാണെന്നാണ്. അങ്ങനെ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമയവും ആരോഗ്യവും സമ്പത്തും എല്ലാ അനുഗ്രഹങ്ങളും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുള്ള ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കും. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. رب ارحمهما كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.